അക്രോബിസ് സോഫ്റ്റ്വെയറിൽ GSTയിൽ വരുന്ന സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഈ ട്രെയിനിങ് സെക്ഷനുള്ളത്. ഫസ്റ്റ് എങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാം, വെബിൽ നിന്ന് പുതിയ വേർഷൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെറ്റിംഗ്സ് നിങ്ങളെ സോഫ്റ്റ്വെയറിൽ ഇതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബിൽ നിന്ന് പുതിയ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യണം. അതുപോലെ ഇനിയുള്ള നെപ്റ്റോണിന്റെ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷനും നമ്മൾ ഈ ട്രെയിനിങ് സെക്ഷനിൽ കാണിക്കുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ടാസ്ക് മാനേജറിൽ ഹിഡൻ ആയിട്ട് അക്രോബിസ് എന്നുള്ള സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് കൺഫേം ആക്കുക. ഒന്നുണ്ടെങ്കിൽ ഇവിടെ, അതല്ലെങ്കിൽ പ്രോസസ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അക്രോബിസ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തന്നെ ഒറ്റ എണ്ണേ പാടുള്ളൂ. നമ്മൾ താഴെ ടാസ്ക് ബാറിൽ ഒരു സോഫ്റ്റ്വെയർ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ മാത്രമേ ഈ ടാസ്ക് മാനേജറിൽ കാണാൻ പാടുള്ളൂ. കാണുന്നുണ്ടല്ലോ. ഇത് ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് പ്രോസസ് എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഫ്രഷ് ആയിട്ട് അക്രോബിസ് ഓപ്പൺ ചെയ്യുക. ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ പുതിയ സോഫ്റ്റ്വെയർ വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, ഹെൽപ്പിൽ സിസ്റ്റം മെനുസിൽ അക്രോബിസ് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ഡേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ, പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടാസ്ക് മാനേജർ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ട്രെയിനിങ് സെക്ഷനിൽ കാണിച്ചതുപോലെ നമ്മൾ ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ വർഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കമ്പനിയുടെ GST നമ്പർ, അതുപോലെ ഇമെയിൽ ID, അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവ എൻ്റർ ചെയ്യാം. ഇതിന് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ എന്നുള്ള മെനുവിൽ കമ്പനി ഇൻഫർമേഷൻ എന്നുള്ള മെനു ആണ്. ഇതിൽ നമുക്ക് പീരീഡ് വേണ്ടത് 1/7/17/8/31/3/18 ആണ്. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ GST നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ നമ്മളെ അഡ്രസ്സ്, അതുപോലെ ഇമെയിൽ ID, പിൻ നമ്പർ, ഫോൺ നമ്പർ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബില്ല് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് പ്രിന്റ് വരണമെങ്കിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ബില്ല് ചെയ്യുന്ന സമയത്ത് ബില്ലിൻ്റെ ഹെഡർ സെക്ഷനിൽ ഇത്ര ഇൻഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബില്ലിൽ പ്രിന്റ് വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പനി ഇൻഫർമേഷനിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി കസ്റ്റമർക്കും വെണ്ടർക്കും അവരെ GST നമ്പർ കൊടുക്കുന്നതും സ്റ്റേറ്റ് കോഡ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് വരും. അത് വരുന്നതും അതുപോലെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുന്നതും കാണിക്കാം. ഇത് കസ്റ്റമറും വെണ്ടറും ഒരുപോലെയാണ്. അപ്പം അതുകൊണ്ട്
വെണ്ടറത് കസ്റ്റമറത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് വെണ്ടറത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സിസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറതാണ് കാണിക്കുന്നത്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കസ്റ്റമറെ ഫുൾ അഡ്രസ്സ് നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ സ്റ്റേറ്റ് എന്നുള്ള സ്ഥലത്ത് കേരള ആണെങ്കിൽ കേരള സെലക്ട് ചെയ്യാം. കേരള സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇവിടെ സ്റ്റേറ്റ് കോഡ് വരും. അതുപോലെ കസ്റ്റമറെ GST നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ ആഡ് ചെയ്യാം. ആധാർ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യാം. ഈ GST നമ്പർ മാത്രമാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് യൂസർ ഇൻഫർമേഷൻ നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് കോഡ് ഇവിടെ വന്നു. അതുപോലെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ബാങ്കിൻ്റെ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. സേവ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മളെ വെൻഡേഴ്സിൻ്റെ ഇൻഫർമേഷനും. ഓക്കെ, ഇതുപോലെ GST നമ്പറും ഇവിടെ എൻ്റർ ചെയ്യാം. ഇനി ഷെഡ്യൂൾ നമ്പർ. ഇനി ടാക്സ് ഷെഡ്യൂള് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. രജിസ്ട്രേഷൻ എന്നുള്ള മെനുവിൽ ടാക്സ് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡീഫാൾട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ് ഷെഡ്യൂൾ ലോഡ് ചെയ്ത് വരും. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂളിൻ്റെ പേരടക്കം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ ഷെഡ്യൂൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ടാക്സ് റേറ്റ് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. ഈ ഷെഡ്യൂൾ 2 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ജ്വല്ലറിക്കും ഷെഡ്യൂൾ 2 1.5 ആണ്, അതുപോലെ ടെക്സ്റ്റൈൽസിനും 1.5 ആണ്. അങ്ങനെ ചെറിയ ഒരേ ഷെഡ്യൂൾ നമ്പറിൽ തന്നെ 2 ടാക്സ് പെർസെൻറ്റേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഷെഡ്യൂൾ നമ്പറിൽ നമുക്കൊരു മാറ്റം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇത്രേ കാര്യങ്ങളെ ഇതിലുള്ളൂ. ഇനി ഷെഡ്യൂളിൻ്റെ പേര് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി ഇൻവെൻ്ററിയത്തിൽ ടോട്ടൽ ഐറ്റത്തിന് ഷെഡ്യൂൾ നമ്പർ മാറി വരും ചെയ്യും. അടുത്തത് ഓരോ ഐറ്റത്തിന് എങ്ങനെ ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ HSN നമ്പർ എങ്ങനെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തു. ആ ഐറ്റത്തിന് ഇവിടെ ഷെഡ്യൂൾ എന്നുണ്ട്. ഈ ഷെഡ്യൂൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുള്ള ടാക്സ് റേറ്റ് ലോഡായിട്ട് വരും. ഇപ്പോൾ ഷെഡ്യൂൾ 2ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് 2.5% ആണ്. അതുപോലെ ഐറ്റത്തിൻ്റെ HSN കോഡ് നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ഐറ്റത്തിന് നമ്മൾ വേണമെങ്കിൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ഐറ്റത്തിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ റേറ്റ് GST വന്ന സമയത്ത് റൈറ്റ്സിൽ എന്തെങ്കിലും നമ്മൾ ഇൻക്ലൂസീവ് റേറ്റ് ഒക്കെയാണ് ബില്ലടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റേറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒന്നിച്ച് ഐറ്റത്തിന് എങ്ങനെ ടാക്സ് റേറ്റും ഷെഡ്യൂളും എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. മൊത്തം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റത്തിന് ഒന്നിച്ച് നമുക്കൊരു ടാക്സ് പെർസെൻറ്റേജ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഐറ്റത്തിൻ്റെ ലിസ്റ്റ് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ടാക്സ് വ്യൂ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 5% ഉള്ളത് കംപ്ലീറ്റ് എനിക്ക് 14.5 ആക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൺട്രോൾ ഡ്രാഗ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്തിട്ട് മെനുവിൽ സെറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് GST ഷെഡ്യൂൾ നമ്പർ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഐറ്റത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് GST ഷെഡ്യൂൾ നമ്പർ അപ്ഡേറ്റ് ആവും.
ഇവിടുന്ന് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഇൻവെൻട്രിയിൽ പോകും. ഇൻവെൻട്രി പോയാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഐറ്റംസ് ഈ സെയിൽ അടിക്കുന്ന സമയത്തും നമുക്ക് ടാക്സ് റേറ്റ് സെറ്റായത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു പ്രത്യേക ടാക്സ് ഐറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐറ്റത്തിന്റെ ഗ്രൂപ്പിന് മാത്രം, ഉദാഹരണത്തിന് ചപ്പൽസ് എന്നുള്ളൊരു സെക്ഷൻ നമ്മൾ ഐറ്റത്തിന്റെ ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഷെഡ്യൂൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഈ ഫിൽറ്ററിലോ അല്ലെങ്കിൽ കമ്പനി ബ്രാൻഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലുള്ള ഐറ്റംസ് കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഐറ്റം ഗ്രൂപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് എന്താണോ നിങ്ങൾ ഇൻവെന്ററി ഐറ്റത്തിന്റെ സെക്ഷനിൽ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഐറ്റത്തിന്റെ ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ആ ഐറ്റം കംപ്ലീറ്റ് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ മൊത്തം നമുക്ക് എടുത്തിട്ട് ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യാം. കാറ്റഗറി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാറ്റഗറിയുടെ മൊത്തം എടുത്തിട്ട് ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യാം. അതുപോലെ ബ്രാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിനെ എടുത്തിട്ട് നമുക്ക് ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യാം. അതുപോലെ പണ്ട് വാറ്റിൽ നമ്മളൊരു 5% ഷെഡ്യൂൾ കൊടുത്ത ഐറ്റംസ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ട് മെത്തേഡ് ഞാൻ കാണിക്കാം. ഒന്ന് ഐറ്റം ഗ്രൂപ്പ് മാത്രമേ ഈ ഡാറ്റാബേസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഐറ്റത്തിന്റെ ഗ്രൂപ്പിന് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. അതുപോലെ ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഞാൻ കൺട്രോൾ എ എന്നുള്ള കീ പ്രസ് ചെയ്തു, അതിൽ സെറ്റ് ഗ്രൂപ്പ് എടുത്തു. സെറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയും ഐറ്റത്തിന് എന്തായി, ടാക്സ് ഷെഡ്യൂള് സെറ്റായി. ഇൻവെന്ററി ഐറ്റത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐറ്റത്തിനൊക്കെ ടാക്സ് റേറ്റ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 14.5 മുമ്പ് യൂസ് ചെയ്തിരുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ ഐറ്റത്തിന് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, 14.5% ടാക്സ് ഉപയോഗിച്ച ഐറ്റംസിന് ഇത് കൺട്രോൾ എ എന്നുള്ള കീ പ്രസ് ചെയ്താൽ മതി, മൊത്തം സെലക്ട് ആവും. സെലക്ട് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് 14.28% ടാക്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്യാം. ഈ ടാക്സിന്റെ പെർസെൻറ്റേജിന്റെ ഡെമോ ആണ് മാത്രം കാണിക്കുന്നത്. ഐറ്റത്തിന്റെ ടാക്സ് പെർസെൻറ്റേജും അതുപോലെ അതിന്റെ റേറ്റും ഒക്കെ നിങ്ങളെ ടാക്സ് കൺസൾട്ടന്റായിട്ട് സംസാരിച്ചിട്ട് ഫിക്സ് ചെയ്യണം. ഇതേമാതിരി തന്നെ ഇപ്പൊ നമ്മൾ വ്യൂ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഷെഡ്യൂൾ നമ്പറും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ HSN കോഡ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഐറ്റത്തിനും അതിന്റെ HSN കോഡ് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്തിട്ട് ഒന്നിച്ച് എങ്ങനെ ടാക്സ് റേറ്റും ഷെഡ്യൂൾ നമ്പറും കൊടുക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു. ഇനി കാണിക്കുന്നത് ലോക്കൽ പർച്ചേസ് എങ്ങനെ ചെയ്യാം, അഥവാ മുമ്പ് വാഡ് ഡീലർ എന്നുള്ള പേരിൽ നമ്മൾ എൻ്റർ ചെയ്തിരുന്ന പർച്ചേസ് GST വന്ന സമയത്ത് നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് കാണിക്കുന്നത്. പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിൽ വാഡ് ഡീലർ എന്നുള്ളതിന് പകരം നമ്മൾ GST വിത്തിൻ സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇനി ഇതാണ് നമുക്ക് എപ്പോഴും ഡീഫാൾട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡീഫാൾട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഡീഫാൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡീഫാൾട്ട് ഇനി ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് GST വിത്തിൻ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, പാർട്ടിയുടെ ഇൻവോയ്സ് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്തു, പാർട്ടി സെലക്ട് ചെയ്തു. ഇവിടെ GST കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. അതുപോലെ തന്നെ
ഇൻ്റർസ്റ്റേറ്റ് ബില്ലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻ്റർസ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് മുമ്പും വാറ്റിലും ഇൻ്റർസ്റ്റേറ്റ് ആയിരുന്നു, അതിന് വേറെ GST ഇൻ്റർസ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ IGST മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്ത് തരിക, SGSTയും CGST ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പർച്ചേസ് എൻ്റർ ചെയ്യുന്ന എങ്ങനെ കാണിച്ചു. ഇനി കാണിക്കുന്നത് സെയിൽസ് എങ്ങനെയെന്നുള്ളതാണ്. ഇതും ഇതുപോലെ പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഐറ്റം സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, GST കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. ഈ ഇൻ്റർസ്റ്റേറ്റ് ബില്ലാണെന്നുണ്ടെങ്കിൽ IGST മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരും. ഇനി പ്രീവിയസ് ഇതുവരെ വാറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഫയലിൽ നിന്ന് ഫയലിലെ ഡാറ്റാസ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളതും അതിലെങ്ങനെ എഡിറ്റിംഗ് വരുത്തി കഴിഞ്ഞാൽ പുതിയ വർഷത്തിലേക്ക് എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത് കാണിക്കുന്നത്. ഇതുവരെ വർക്ക് ചെയ്യുന്ന ഫയൽസ് നമുക്ക് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ പീരീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ ആവും. ഇനി ഇവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫയലിൽ ഓപ്പൺ കമ്പനി എന്നുള്ള ഓപ്ഷൻസിലും നമുക്ക് ഈ ഓപ്ഷൻസ് അവൈലബിൾ ആവും. പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, അഥവാ ഡയബുക്കും ലെഡ്ജറും നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലിസ്റ്റിൽ ഇവിടെ വ്യൂ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഓപ്പൺ കമ്പനി എന്നുള്ള ഓപ്ഷനും കൂടി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്മേൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ വർഷം ഓപ്പണായി വന്നു. ഇനി അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ, സെയിൽസ് ബില്ല് പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ പർച്ചേസിലെ മാറ്റങ്ങളോ അതുപോലെ പേയ്മെന്റ്സ് ചെയ്യാനോ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അത് ചെയ്തിട്ട് പുതിയ വർഷത്തിലോട്ട് ഓപ്പൺ ആവണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ വർഷത്തിലോട്ട് മാറ്റാം. ഇനി പ്രീവിയസ് വർഷത്തിൽ എന്തെങ്കിലും അപ്ഡേഷൻസ്, ചേഞ്ചസ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അത് പുതിയ വർഷത്തിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ടാസ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഉള്ള ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻസിൽ ഇമ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട്സ് മാത്രം നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് വേണമെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കും, സ്റ്റോക്കിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചെക്ക് ഇൻഫർമേഷൻ, പ്രീവിയസ് ചെക്സ് ക്ലിയർ ചെയ്യാനുള്ളത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് പ്രീവിയസ് ഇയറിൽ പോയിട്ട് നമ്മൾ ചെക്കിന്റെ ഇൻഫർമേഷൻസ് പെൻഡിങ്ങുള്ള ചെക്ക് ക്ലിയർ ആക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെക്കും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 3 സെക്ഷൻസ് നമ്മൾ ടിക്ക് ചെയ്യുക. ഇത് ബൈ ഡീഫാൾട്ട് വരുന്നത് പോലെ അതുപോലെ തന്നെ നിന്നോട്ടെ. ഇനി നമ്മൾ ഈ പ്രീവിയസ് ഇയർ കാണുന്ന ഫയലിന്മേൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാൻ പറയും. ഇത് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഡാറ്റ നമുക്ക് പുതിയ വർഷത്തിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. പാർട്ടീസിന്റെ ബാലൻസ്, മെമ്മറി സ്റ്റോക്കിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടെങ്കിൽ അത് പുതിയ വർഷത്തിലോട്ട് ഇമ്പോർട്ട് ആവുകയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ട്രെയിനിങ് സെക്ഷനിലുള്ളത്. ഇനി ബിൽ സ്റ്റൈൽ നമുക്ക് വെബിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതും ഈ ട്രെയിനിങ് സെക്ഷനിൽ കാണിക്കുന്നുണ്ട്. റെഗുലറി വരുന്ന ബിൽ സ്റ്റൈലിന്റെ മാറ്റങ്ങൾ നമ്മൾ ഡെയിലി വെബിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെപ്റ്റോൺ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബിൽ സ്റ്റൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നെപ്റ്റോണിന്റെ സ്റ്റാഫിനോട് നെപ്റ്റോണിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ബില്ലിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ഡേഷൻസ് നിങ്ങൾ ചെയ്യരുത്. അതല്ല, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് മാത്രം, നെപ്റ്റോൺ തന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെബിൽ വരുന്ന ബിൽ സ്റ്റൈലിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, പുതിയ വർഷത്തെ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. പഴയ വർഷത്തിൽ നമ്മൾ ബിൽ സ്റ്റൈൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറ്റിന്റെ ബില്ല് വരുന്നത് പിന്നെ GSTയുടെ മോഡലാവും. മെനു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിസൈൻ ബിൽ എന്നുള്ള സെക്ഷൻ എടുക്കുക. അതിൽ ഇമ്പോർട്ട് എന്നുള്ള സെക്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് എന്നുള്ള സെക്ഷനിൽ ഡാറ്റ സോഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് നെപ്റ്റോൺ വെബ് എന്നാക്കാം.
നെപ്റ്റോൺ വെബ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നെപ്റ്റോൺ ഡിസൈൻ ചെയ്തിട്ടുള്ള GSTയുടെ ബിൽ സ്റ്റൈൽസ് കംപ്ലീറ്റ് നമുക്കവിടെ അവൈലബിൾ ആവും. GST റീറ്റെയിൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ടീമിന് നമ്മൾ ലേസർ പ്രിന്റർ ഉപയോഗിക്കുന്ന സമയത്തുള്ളതാണ് GST റീറ്റെയിൽ G എന്നുള്ളത്. GST W സെയിൽസ് ഡോസ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡോട്ട്മാറ്റിക്സ് പ്രിന്റർ ഉപയോഗിക്കുന്ന എപ്സന്റെ അതുപോലെ TVSന്റെ ഒക്കെ ഡോട്ട്മാറ്റിക്സ് പ്രിന്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഹോൾസെയിലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഹോൾസെയിൽ G എന്നുള്ളത് ലേസർ പ്രിന്റർ ഉപയോഗിക്കുന്ന ഹോൾസെയിലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. റീറ്റെയിൽ ഡോസ് റീറ്റെയിൽ ബില്ലിന്റെ സെക്ഷന് ഡോട്ട്മാറ്റിക്സ് പ്രിന്റർ, അതുപോലെ തന്നെ അത് ഒന്നും കൂടി ചെറുതായി 10-12 പേപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് റീറ്റെയിൽ സ്മോൾ എന്നുള്ളത്. അതുപോലെ മെഡിക്കലിന്റെ മുമ്പ് വാറ്റിൽ ഫോം 8D ഫോം 8H യൂസ് ചെയ്തിരുന്ന ആൾക്കാർക്കുള്ളതാണ് GST മെഡിക്കൽ എന്നുള്ളത്. അതുപോലെ ഹോൾസെയിൽ ഡീറ്റെയിൽസിന് തന്നെ ഫ്രീ ക്വാണ്ടിറ്റി, അതുപോലെ ബാച്ച് നമ്പർ, ഫ്രീ ക്വാണ്ടിറ്റി, അതുപോലെ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്ന കോളംസും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡിസൈനാണിത്. ഹോൾസെയിലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഫ്രീ ക്വാണ്ടിറ്റിയുടെ കോളും അതുപോലെ തന്നെ ഡിസ്കൗണ്ടിന്റെയും സ്പെഷ്യൽ ഡിസ്കൗണ്ടിന്റെയും കോളും ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്റ്റൈലാണ് GST W സെയിൽസ് ഡോസ് എന്നുള്ള ഈ ഡിസൈന്. അതുപോലെ SGSTയും CGSTയും IGSTയും മൂന്നും കൂടിയുള്ള ബിൽ സ്റ്റൈല് ഗ്രാഫിക്സ് പ്രിന്ററിനുള്ള സ്റ്റൈലാണ് ഇത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റൈൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത് എക്സിസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ഹോൾസെയിൽ ഗ്രാഫിക്സ് പ്രിന്റാണ് എനിക്ക് വേണ്ടെങ്കിൽ സ്റ്റൈൽ നെയിം എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഇവിടെ ബിൽ സ്റ്റൈൽ ഇവിടെ ഇമ്പോർട്ടഡ് ആണെങ്കിൽ അത് മെസ്സേജ് വരും, റീപ്ലേസ് ചെയ്തിട്ട് ചോദിക്കും, അത് ഓക്കെ കൊടുക്കുക. ഓപ്പറേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം നമ്മൾ ആ ബിൽ സ്റ്റൈല് ഈ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത സ്റ്റൈല് W സെയിൽസ് G എന്നുള്ളതാണ്. എന്നിട്ട് സെക്ഷൻ ഹെഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഡീഫാൾട്ട് എന്നുള്ളത് യെസ് ആക്കുക. അപ്പോൾ നെപ്റ്റോണിന്റെ ഫ്രീ ക്വാണ്ടിറ്റി വേണ്ട കോളംസ്, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന കോളംസ്, അങ്ങനെ എന്തെങ്കിലും ബിൽ സ്റ്റൈൽസ് വേണമെങ്കിൽ ഇതുപോലെ വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഡീഫാൾട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ബില്ല് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ ഡിസൈനിലാണ് വെബിൽ നിന്ന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത ഡിസൈനിലാണ് പ്രിന്റ് ഔട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അഡ്രസ് ഇൻഫർമേഷൻ മേലെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത്. ഇതേപോലെ പാർട്ടിയുടെ GST ഇൻഫർമേഷൻ, സിറ്റി കോഡ്, മൊബൈൽ നമ്പർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രെയിൻ സെക്ഷനിലുള്ളത്. ഇനി അടുത്ത ട്രെയിൻ സെക്ഷനിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.